Welcome back to my channel. Let's do it with Ash. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് എല്ലാവർക്കും ഫോട്ടോ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കുന്നത് ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ബാലറീന ഡോൾസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. കുട്ടികൾക്ക് വരെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഹോം ഡെക്കറാണിത്. അപ്പം ഈ ക്യൂട്ടായിട്ടുള്ള നമ്മുടെ ഈ ബാലറീന ഡോൾസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ബാലറീന ഡോൾസ് ഉണ്ടാക്കാനായി നമുക്ക് ആദ്യം വേണ്ടുന്നത് ടിഷ്യൂ പേപ്പറാണ്. ഞാനിവിടെ പിങ്ക് കളറിലെ ടിഷ്യൂ പേപ്പറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് കളറിലെ ടിഷ്യൂ പേപ്പറും ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ പല കളറിലെ ടിഷ്യൂ പേപ്പർ നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ അവൈലബിൾ ആണ്. അതേപോലെ പ്രിൻ്റഡ് ടിഷ്യൂ പേപ്പർ നമുക്ക് പ്ലെയിൻ കളറിലെ ടിഷ്യൂ പേപ്പറുമായി മിക്സ് ചെയ്ത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അടുത്തതായി നമുക്ക് വേണ്ടുന്നത് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വയേഴ്സാണ്. ഇതുപോലുള്ള വയേഴ്സ് നമുക്ക് പല സൈസിലും ഷോപ്പിൽ അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് ഈ വയേഴ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ലെങ്ത് 30 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ 36 സെൻറ്റിമീറ്ററോ ആയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതേപോലെ ഈ ഡോളിൻ്റെ കൈക്ക് വേണ്ടി ഞാനിവിടെ ഈ വയർ 20 സെൻറ്റിമീറ്ററാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മളിവിടെ 2 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ബോഡി ഷേപ്പിലാക്കി എടുക്കണം. അതിനുവേണ്ടി ആദ്യം ഈ 30 സെൻറ്റിമീറ്റർ നീളമുള്ള വയറിനെ ഇതുപോലെ ഹാഫായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ഹെഡിൻ്റെ പോർഷന് വേണ്ടി ഇതേപോലെ ഒരു ഓവൽ ഷേപ്പിലാക്കി എടുക്കുക. പിന്നീട് താഴോട്ടുള്ള ഈ വയർ ചുറ്റി ഇതേപോലെ എടുക്കണം. കാലിൻ്റെ പോർഷന് വേണ്ടിയിട്ടാണ് താഴത്തെ ഈ 2 കമ്പിയും ഇതേപോലെ ആക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ഈ കൈക്ക് വേണ്ടി കട്ട് ചെയ്തെടുത്ത ഈ വയറും ഇതേപോലെ പകുതിയായി ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ ഹെഡിൻ്റെ ഈ പോർഷൻ്റെ അകത്തോട്ടായി ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വളച്ചെടുക്കണം. 2-3 തവണ വളച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ ബാലറീന ഡോളിൻ്റെ ബോഡി പാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാലറീന ഒന്ന് കവർ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ വൈറ്റ് കളറിലെ ടിഷ്യൂ പേപ്പറാണ് ഉപയോഗിക്കുന്നത്. വൈറ്റ് കളറിലെ ടിഷ്യൂ പേപ്പറിൽ നിന്നും ഇതേപോലെ സ്ട്രിപ്സ് കട്ട് ചെയ്തെടുക്കണം. ടിഷ്യൂ പേപ്പർ സ്ട്രിപ്സ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ തിക്നെസ്സിൽ കിട്ടുന്നതാണ്. അടുത്തതായി ഞാനിവിടെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാനായി ഫെവിക്കോൾ ആണ് ഉപയോഗിക്കുന്നത്. ഫെവിക്കോൾ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി 2 ഡ്രോപ്സ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഡോളിൻ്റെ കൈയുടെ പോർഷനാണ് നമുക്ക് കവർ ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി ആദ്യം കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതേപോലെ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കണം. ടിഷ്യൂ പേപ്പർ ഇതേപോലെ റോൾ ചെയ്യുമ്പോൾ ഒരുപാട് ടൈറ്റായിട്ട് റോൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. കൈയുടെ ഈ എൻഡ് വരെ ടിഷ്യൂ പേപ്പർ റോൾ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരേപോലെ ഷേപ്പിന് കിട്ടുന്നതാണ്. ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ കൈയും ടിഷ്യൂ പേപ്പർ കൊണ്ട് റോൾ ചെയ്തെടുക്കാം. 2 കൈയും നമ്മളിവിടെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ബോഡി പാർട്ടും കാലിൻ്റെ പോർഷനും നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. ബോഡി പാർട്ടെല്ലാം ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് നമ്മളിവിടെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹെഡിൻ്റെ പോർഷനാണ് കവർ ചെയ്തെടുക്കേണ്ടത്. അതിനുവേണ്ടി ഒരു ടിഷ്യൂ പേപ്പർ ഇതേപോലെ കുറച്ചെടുത്തതിന് ശേഷം റോൾ ചെയ്ത് ഇതേപോലെ ഒരു ബോളിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. ടിഷ്യൂ പേപ്പർ ബോളിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓവൽ ഷേപ്പിനകത്തേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ടൈറ്റായിട്ട് ഇരിക്കാനായിട്ട് ടിഷ്യൂ പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഈ ഒരു സ്ട്രിപ്സ് നമുക്ക് ഫെവിക്കോൾ ഉപയോഗിച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം. സ്ട്രിപ്സ് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നെക്കിൻ്റെ പോർഷൻ വരെ കവർ ചെയ്യുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ ഈ ബാലറീന ഡോൾ ഫുൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡ്രസ്സാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. 3 ലെയറുള്ള ഡ്രസ്സാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. പിങ്ക് കളറിലെയും വൈറ്റ് കളറിലെയും ടിഷ്യൂ പേപ്പറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. പിങ്ക് കളറിലെ 2 ലെയറും വൈറ്റ് കളറിലെ മിഡിൽ ലെയറുമായിട്ടാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. താഴത്തെ ലെയർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം ഈ പിങ്ക് കളറിലെ ടിഷ്യൂ പേപ്പർ സ്ക്വയറായി ഇതേപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ട്രയാങ്കിൾ ഷേപ്പിലായി ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം അകത്തേക്ക് ഇതേപോലെ ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്യുക. പിന്നീട് നമുക്ക് ഈ താഴത്തെ ഈ ഒരു പോർഷനിലെ എക്സ്ട്രാ പീസ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഈ ടിഷ്യൂ പേപ്പറിൻ്റെ താഴത്തെ ഈ ഒരു പോർഷനിൽ ഇതേപോലെ കർവ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. ഡ്രസ്സിൻ്റെ താഴത്തെ പോർഷനിൽ ഈ ഒരു ഡിസൈനിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത്.
ചില ടിഷ്യൂ പേപ്പറിൻ്റെ ഉള്ളിൽ ഇതേപോലെ വൈറ്റ് കളറിലെ ഒരു ലെയർ ടിഷ്യൂ പേപ്പർ കൂടി ഉണ്ടാകും. ഇപ്പം നമ്മളിവിടെ പിങ്ക് കളറിലെ ടിഷ്യൂ പേപ്പർ മാത്രമാണ് ഉപയോഗിക്കുന്നത്. വൈറ്റ് കളറിലെ ടിഷ്യൂ പേപ്പർ നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ടിഷ്യൂ പേപ്പറിൻ്റെ മിഡിൽ പോർഷനിൽ നിന്നും എടുത്തതിന് ശേഷം താഴേക്ക് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്ലീറ്റ്സ് പോലെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ രണ്ട് സൈഡിലുമായി ഈ ടിഷ്യൂ പേപ്പർ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. ആദ്യം ഈ ഒരു സൈഡിലേക്കും പിന്നീട് ഓപ്പോസിറ്റ് സൈഡിലേക്കുമായി ഇതേപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ പ്ലീറ്റ്സ് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി രണ്ടാമത്തെ ലെയറിനായി ഞാനിവിടെ വൈറ്റ് കളറിലെ ടിഷ്യൂ പേപ്പറാണ് ഉപയോഗിക്കുന്നത്. വൈറ്റ് കളറിലെ ടിഷ്യൂ പേപ്പറും മുമ്പ് ചെയ്ത പോലെ സ്ക്വയറായി ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ഒന്നുകൂടി അകത്തേക്കൊന്ന് ഫോൾഡ് ചെയ്യുക. പിന്നീട് നമുക്ക് ഈ എക്സ്ട്രാ പീസ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഈ വൈറ്റ് കളറിലെ ടിഷ്യൂ പേപ്പർ ആദ്യം കട്ട് ചെയ്തെടുത്ത പിങ്ക് കളറിലെ ടിഷ്യൂ പേപ്പറിൻ്റെ ലെയറിൽ നിന്നും കുറച്ച് ലെങ്ത് കുറച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പം ഞാനിവിടെ ഈ ഒരു അളവിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. മുമ്പ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ താഴത്തെ പോർഷൻ കർവ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ വൈറ്റ് കളറിലെ ടിഷ്യൂ പേപ്പർ ഓപ്പൺ ചെയ്തതിന് ശേഷം മുമ്പ് ചെയ്ത പോലെ തന്നെ പ്ലീറ്റ്സിനായി രണ്ട് സൈഡിലും ട്വിസ്റ്റ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ലെയറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുകളിലത്തെ ലെയറിന് വേണ്ടി ഞാൻ പിങ്ക് കളറിലെ ടിഷ്യൂ പേപ്പർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. മുകളിലത്തെ ലെയറിലെ ടിഷ്യൂ പേപ്പറും മുമ്പ് ചെയ്ത പോലെ തന്നെ ഫോൾഡ് ചെയ്തതിന് ശേഷം വൈറ്റ് കളർ ടിഷ്യൂ പേപ്പറിൻ്റെ ലെങ്ത്തിൽ നിന്നും കുറച്ച് ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അങ്ങനെ നമ്മുടെ മുകളിലത്തെ ലെയറും ഫോൾഡ് ചെയ്ത് പ്ലീറ്റ്സ് പോലെല്ലാം ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ 3 ലെയറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ബാലറീന ഡോളിൻ്റെ മുകളിലായി നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അടുത്തതായി നമുക്ക് ഈ ആദ്യത്തെ ലെയർ ഡോളിൽ ഇടുന്നതിന് വേണ്ടി ഈ മിഡിൽ പോർഷൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി അടുത്തതായി നമുക്ക് ഈ ഡോളിൻ്റെ രണ്ട് കൈയും മുകളിലേക്ക് ഇതേപോലെ ആക്കുക. അതിനുശേഷം ആദ്യത്തെ ഈ ഒരു ലെയർ പതുക്കെ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. ആദ്യത്തെ ഈ ഒരു ലെയർ ഇട്ടതിന് ശേഷം രണ്ടാമത്തെ വൈറ്റ് കളറിലെ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലത്തെ പോർഷനും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് ഈ ഡോളിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഡോളിൻ്റെ വേസ്റ്റ് പോർഷനിലേക്ക് രണ്ട് ലെയറും ഇതേപോലെ ഒരു നൂല് ഉപയോഗിച്ചൊന്ന് ടൈ ചെയ്ത് കൊടുക്കുക. അടുത്തതായി നമുക്ക് ഈ പിങ്ക് കളറിലെ ടിഷ്യൂ പേപ്പറും മുകളിലത്തെ പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം ഈ ഡോളിലേക്ക് ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക. മുകളിലത്തെ ലെയർ ഈ ഒരു രീതിയിലാണ് നമ്മളിവിടെ ടൈ ചെയ്തെടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ ഈ ഡോളിൻ്റെ 3 ലെയറുള്ള ഡ്രസ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിൻ്റ് ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഡോളിൻ്റെ മിഡിൽ പോർഷനിലായി ഈ നൂല് കവർ ചെയ്യുന്നതിനായി ഞാനിവിടെ ഗ്ലിറ്റർ പേപ്പർ ഉപയോഗിച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഈ ഡോളിൻ്റെ കൈയിൻ്റെയും കാലിൻ്റെയും പോർഷൻ നമുക്ക് ഓരോ പോസ് അനുസരിച്ച് ഇതേപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതേപോലുള്ള 5 ബാലറീന ഡോൾസാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഹാങ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് കൂടുതൽ ബാലറീന ഡോൾസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാൻ. ഇനി അടുത്തതായി ഈ ഡോൾസ് ഹാങ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതേപോലത്തെ സ്റ്റിക്സ് ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റിക്സും ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി ഞാനിവിടെ ഈ സ്റ്റിക്സിൻ്റെ രണ്ട് എൻഡിലുമായി പിങ്ക് കളറിലെ വൂൾ ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. 3 സ്റ്റിക്സാണ് ഞാനിത് ഹാങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മൂന്നാമത്തെ സ്റ്റിക്കിലും ഞാൻ ഈ വൂളൊന്ന് ചുറ്റിയെടുക്കുകയാണ്. രണ്ട് എൻഡിലുമായി പിങ്ക് കളറിലെ വൂൾ ഉപയോഗിച്ച് ഇതേപോലെ ഞാനിവിടെ ചുറ്റിയെടുക്കുകയാണ്. അടുത്തതായി നമുക്ക് ഈ ഡോൾസ് ഹാങ് ചെയ്യുന്നതിന് വേണ്ടി രണ്ട് സ്റ്റിക്ക് ഇതേപോലെ ക്രോസ് ചെയ്ത് വെക്കുക. അതിനുശേഷം പിങ്ക് കളറിലെ വൂൾ ഉപയോഗിച്ച് ഈ മിഡിൽ പോർഷൻ നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടിയെടുക്കണം. ഡോൾസ് ഹാങ് ചെയ്യുന്ന വൂള് ഡെക്കറേറ്റ് ചെയ്യാനായി വൈറ്റ് കളറിലെ ബീഡ്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം നീളത്തിൽ ഇതേപോലെ ഒരു വൂൾ എടുത്തതിന് ശേഷം സൂചി ഉപയോഗിച്ച് നമുക്ക് ബീഡ്സ് ഇതേപോലെ ഇതിലൊന്ന് ടൈ ചെയ്തെടുക്കണം. ബീഡ്സ് ടൈ ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ കുറച്ച് ഡിസ്റ്റൻസ് വിട്ടാണ് ഞാനിവിടെ ടൈ ചെയ്തെടുക്കുന്നത്. ഇപ്പം ഞാനിവിടെ 5 ബാലറീന ഡോൾസിന് വേണ്ടി 5 സ്ട്രിങ്സ് ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റിക്സിൻ്റെ 4 എൻഡിലുമായി ഈ സ്ട്രിങ്സ് എല്ലാം അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതേപോലെ മിഡിൽ പോർഷനിലും ഒരു സ്ട്രിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ ഉണ്ടാക്കി വെച്ച 5 ബാലറീന ഡോൾസും ഈ സ്ട്രിങ്സിൻ്റെ അറ്റത്തായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ബാലറീന ഡോൾസ് എല്ലാം അറ്റാച്ച് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഹാങ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാലറീന ഡോൾസ് ഒരേ ലെങ്ത്തിൽ അറ്റാച്ച് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇതേപോലെ പല ലെങ്ത്തിലായിട്ടും അറേഞ്ച് ചെയ്തെടുക്കാവുന്നതാണ്.
അപ്പം ഇന്ന് കാണിച്ച ഈ ക്യൂട്ടായിട്ടുള്ള ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചുള്ള ബാലറീന ഡോൾസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് കാണാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ അടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം ഇനി നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ.